അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 17-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം നമുക്ക് വായിക്കാം. അപ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം കേട്ടത്. മക്കളില്ലാതെ സങ്കടത്തിലായിരുന്ന അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായിയുടെ വാക്ക് അനുസരിച്ചതിനാൽ ഇസ്മായേൽ എന്നൊരു മകൻ അബ്രഹാമിന് ജനിക്കുവാനിടയായി തീർന്നു. എന്നാൽ ദൈവം അബ്രഹാമിന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൈമാറുവാൻ ഉദ്ദേശിച്ചിരുന്നത് സാറായിയിൽ നിന്നും അബ്രഹാമിന് ജനിക്കുവാനിരുന്ന മകനിൽ കൂടെ ആയിരുന്നുവെന്ന് അബ്രഹാം അറിഞ്ഞിരുന്നില്ലായിരിക്കാം. ഇസ്മായേലിൽ അബ്രഹാം സന്തോഷവാനായിരുന്നുവെന്ന് പിന്നത്തേതിൽ അബ്രഹാം പറയുന്ന വാക്കുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാകും. ഇസ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 18-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇസ്മായേൽ ദൈവത്തിന് പ്രസാദം വരുത്തുന്നവനല്ലാത്തതിനാൽ ദൈവത്തിന് അവനിൽ പ്രസാദമില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവൻ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കുന്നവനാണെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ദൈവം അവന് അപ്രകാരമുള്ള സ്വഭാവത്തിൽ ജനിപ്പിച്ചതല്ല, പിന്നെയോ അവൻ്റെ സ്വഭാവം ദൈവം മുൻകൂട്ടി പ്രവചിച്ചു എന്നേയുള്ളൂ. ആരംഭത്തിൽ തന്നെ അവസാനം കാണുന്നവനാണല്ലോ ദൈവം. ദൈവത്തിൻ്റെ ആത്മീകാനുഗ്രഹം കൈമാറുന്ന ചാലകമാകുവാൻ സകല മനുഷ്യർക്കും എതിരെ പാർക്കുന്നവനെ തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല. അതുകൊണ്ട് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും തക്ക സമയത്ത് വെളിപ്പെടുന്നവനുമായ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങളിൽ കൂടി, നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേർ സാറ എന്ന് ഇരിക്കണം. ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്നും നിനക്കൊരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. ഇത് കേട്ടപ്പോഴാണ് അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചത്. മക്കളില്ലാതെ വിഷമിക്കുന്ന അബ്രഹാമിനെ സഹായിക്കുവാൻ കഴിവില്ലാതിരുന്ന സാറ താൻ മച്ചിയാണെന്നറിയാമായിരുന്നതിനാൽ വളരെ സങ്കടപ്പെട്ട് കാണും. അതൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ലെങ്കിലും ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 2-ാം വാക്യത്തിൽ കൂടി അബ്രഹാം ദൈവത്തോട് പറയുകയാണ്, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശി ദമ്മേശക്കുകാരനായ ഈ എലിയേസർ അത്രേ. ഈ വാക്കുകൾ അബ്രഹാമിൻ്റെ മക്കളെക്കുറിച്ചുള്ള ആഗ്രഹം വെളിപ്പെടുത്തുന്നു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവം മറുപടി കൊടുക്കുകയാണ്, അവൻ നിൻ്റെ അവകാശിയാവുകയില്ല, നിൻ്റെ ഉദരത്തിൽ നിന്നും പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാകും. അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ മറുപടിയാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. മക്കളുണ്ടാകുമെന്ന പ്രവചനമുണ്ടെങ്കിലും വർഷങ്ങൾക്ക് ശേഷവും കാര്യങ്ങൾ നടക്കുന്നില്ലെന്ന് കണ്ടപ്പോഴായിരിക്കാം തൻ്റെ ദാസിയെ സാറായി അബ്രഹാമിന് കൊടുത്തത്. ഒരു യജമാനത്തിയും ചെയ്യാത്ത കാര്യമായിരുന്നു അത്. സാറായിയുടെ ആ പ്രവൃത്തി കണ്ടപ്പോൾ മുതൽ ദൈവം അവളെ ശ്രദ്ധിക്കുകയായിരുന്നു. അവളുടെ ഹൃദയത്തിൻ്റെ വ്യത ദൈവം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്തു തന്നെയായാലും ഇപ്പോൾ വലിയ അനുഗ്രഹവുമായി ദൈവം വന്നിരിക്കുന്നു. ഞാൻ സാറായിയെ ഓർക്കുന്നവനാണെന്ന് തെളിയിക്കുവാൻ. ഇസ്മായേലിന് 10 വയസ്സിനുമേൽ പ്രായമുണ്ടെങ്കിലും സ്വാഭാവികമായും അവന് തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ അടുക്കലും തൻ്റെ അമ്മയായ ഹാഗാരിൻ്റെ അടുക്കലും നല്ല സ്നേഹബന്ധം ഉണ്ടായിരിക്കുമല്ലോ. എന്നാൽ അബ്രഹാമിൽ നിന്നും ഒരു മകനെ ലഭിച്ചപ്പോൾ ആ മകനും ഹാഗാരിനും സാറായി അത്ര നല്ലവളല്ലായിരുന്നു. എന്നാൽ സാറായിയുടെ ഹൃദയവേദന അറിയാമായിരുന്ന ദൈവം പറയുകയാണ്, ഞാൻ അവളെ അനുഗ്രഹിക്കും, അവളുടെ പേര് മാറ്റും. ഇപ്പോൾ അവളുടെ പേര് മച്ചി എന്നാണല്ലോ. അവൾക്ക് ഞാനൊരു കുഞ്ഞിനെ കൊടുക്കും, അവളിൽ നിന്നും ഞാൻ രാജാക്കന്മാരെ പുറപ്പെടുവിക്കും, അവളെ ഞാൻ ജാതികളുടെയും മാതാവാക്കും. ഇതെല്ലാം നമ്മെ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യം എന്തെന്നാൽ, എന്നെ കേൾക്കുന്ന ദൈവമകനെ, ദൈവമകളെ, നാം നമ്മെ അറിയുന്നതിനേക്കാൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ അറിയുന്നുണ്ടെന്നാണ്. എന്നാൽ ദൈവത്തിന് എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ദൈവത്തിൻ്റെ സമയത്ത് മാത്രമേ ദൈവം പ്രവർത്തിക്കൂ. എല്ലാവരാലും കൈവിടപ്പെട്ട ഏതെങ്കിലും വ്യക്തി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം എന്ന് സെഖര്യാവിൻ്റെ ഭാര്യയായ എലിസബത്തിനെ കുറിച്ച് പറയുമാറാക്കിയവനും 90 വയസ്സുള്ള സാറാ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് ആരെങ്കിലും പറയുമായിരുന്നോ എന്ന് ചോദിപ്പിച്ചവനുമായ ദൈവം
എലയാസറാണ് എൻ്റെ അവകാശി എന്ന് പറഞ്ഞ അബ്രാഹാമിന് തൻ്റെ ഭാര്യയായ സാറായിൽ നിന്ന് തന്നെ മകനെ കൊടുത്ത ദൈവം നമ്മുടെ പ്രതിസന്ധി എത്ര വലുതായിരുന്നാലും അതിന് പരിഹാരം വരുത്തിത്തരുവാൻ ശക്തനാണെന്ന് നാം ഓർക്കണം. വർഷങ്ങൾക്ക് മുമ്പേ ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം നിറവേറ്റുവാനായി ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായപ്പോൾ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 17-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് അബ്രഹാം കവിണ്ണ് വീണ് ചിരിക്കുകയാണ്. സാറായി അനുഗ്രഹിച്ച ഒരു കുഞ്ഞിനെ കൊടുക്കുവാൻ ദൈവം വന്നപ്പോൾ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 13-ാം വാക്യത്തിൽ സാറാ ചിരിക്കുകയാണ്. അത് അവിശ്വാസത്തിൻ്റെ ചിരിയാണോ എന്ന് നമുക്കറിയില്ല. ദൈവം പറഞ്ഞതുപോലെ തന്നെ സാറ ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കിയെന്ന് സാറ പറഞ്ഞു. ആ ചിരി അവിശ്വാസത്തിൻ്റെതായിരുന്നില്ല, പിന്നെയോ സന്തോഷത്തിൻ്റെ ചിരിയായിരുന്നു. കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കുമെന്ന് സാറ പറഞ്ഞു. സാറ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് പറയുമായിരുന്നു. അവൻ്റെ വാർദ്ധക്യത്തിലല്ലോ ഞാൻ ഒരു മകനെ പ്രസവിച്ചതെന്ന് അവൾ പറഞ്ഞു. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമകനെ, ദൈവമകളെ, ദൈവത്തിലും അവൻ്റെ വചനത്തിലും വിശ്വസിക്കുവിൻ. ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്ന വ്യക്തിയാണ് എന്നെ കേൾക്കുന്നതെങ്കിലും ദൈവത്തിലുള്ള അനുസരണവും വിശ്വാസവും അബ്രഹാമിനെ പോലെ സൂക്ഷിച്ചാൽ സാറായെ ഓർത്തവൻ, അബ്രഹാമിനെ സഹായിച്ചവൻ നമ്മെയും ഓർക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യും. ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം നിവർത്തിച്ചുകൊണ്ട് ഇസ്ഹാക്കിനെ സാറ പ്രസവിച്ചു. എന്നാൽ അതിനേക്കാൾ വലിയൊരു വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ വാഗ്ദാനമാണ് കർത്താവായ യേശു ക്രിസ്തു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ ദൈവിക വാഗ്ദാനം ദൈവം നിറവേറ്റി കഴിഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു കന്യകയിൽ കൂടി ഭൂമിയിൽ ജനിച്ചു. 33.5 വർഷം ഭൂമിയിൽ ജീവിച്ചു. നമ്മുടെ പാപവും ശാപവും തൻ്റെ ശരീരത്തിൽ വഹിച്ച് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പാപിയും ശാപഗ്രസ്തനുമായി ക്രൂശിക്കപ്പെട്ടു. യേശു പാപമൊന്നും ചെയ്തിരുന്നില്ല. അവനിൽ ഇരുട്ടൽപ്പം പോലും ഇല്ലായിരുന്നു. എങ്കിലും നാം നിത്യനരകത്തിൽ നിന്നും രക്ഷപ്പെടുവാനായി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ നമ്മുടെ പകരക്കാരനായി ദൈവകോപത്തിൻ്റെ തീയിൽ വെന്തെരിഞ്ഞു. യേശു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ നിഷ്കളങ്ക രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ ക്രൂശ് മരണം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നുവെന്ന് നാം അംഗീകരിക്കുകയും നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും വീണ്ടും പാപം ചെയ്യാതെ ജീവിച്ചു കൊള്ളാമെന്ന് യേശുവിനെ വാക്ക് കൊടുക്കുകയും യേശുവിൻ്റെ കൽപ്പനയായ സ്നാനം മുങ്ങുകയും ചെയ്താൽ ദൈവത്തെ അനുസരിക്കുന്നവർക്ക് ദൈവം ദാനമായി കൊടുക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ നിറയ്ക്കാമെന്ന് വാഗ്ദാനം തന്നിട്ടുണ്ട്. ഓർക്കുക, യേശു നമ്മെ തൻ്റെ ആത്മാവിനാൽ നിറയ്ക്കുമ്പോഴാണ് നാം ദൈവമക്കളായി തീരുന്നത്. അത് ചെറിയ പദവിയല്ല എന്ന് നാം ഓർക്കണം. എന്ത് വില കൊടുത്തും ദൈവം നമുക്ക് തന്ന വാഗ്ദാനങ്ങളെ നാം പ്രാപിക്കണം. നാം യേശുവിൻ്റെ ആത്മാവിനെ പ്രാപിക്കുകയും പാപം ചെയ്യാതെ ജീവിക്കുകയും ചെയ്താൽ കർത്താവായ യേശു ക്രിസ്തു ആകാശമേഘത്തിൽ തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ വരുമ്പോൾ നമ്മെയും ആകാശമേഘത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്ന് ഓർക്കണം. ആകയാൽ ദൈവവചനമായ ബൈബിൾ തുടക്കം മുതൽ അവസാനം വരെയും വായിക്കുകയും അതിൽ അനുസരിക്കണമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കുകയും നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അബ്രഹാമിനെ പോലെ സാറായിയെ പോലെയും വിലപിക്കുന്നെങ്കിൽ, നിരാശയിലായിരിക്കുന്നെങ്കിൽ അങ്ങ് അവരുടെ വ്യത മാറ്റി കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ, പ്രത്യാശ കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. നിത്യതയ്ക്കായി ഒരുങ്ങുവാൻ അടിയനെയും അടിയനെ കേൾക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ. അതിനായി അങ്ങനെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.